ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കൊഴുക്കട്ട. പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു കൊഴുക്കട്ടയല്ല, അതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് വ്യത്യാസപ്പെടുത്തി ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. എന്നാൽ നമുക്ക് പതിവുപോലെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 മീഡിയം സൈസ് ക്യാരറ്റാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടി പോകാൻ പാടില്ല, അങ്ങനെയെങ്കിൽ ക്യാരറ്റിൻ്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലൂടെ അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ക്യാരറ്റ് വെന്ത് വരുമ്പോഴേക്കും വറ്റാൻ പാകത്തിന് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ശേഷം ഈ പാത്രം അടുപ്പത്തേക്ക് വെച്ചടച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ ക്യാരറ്റെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെള്ളം വളരെ കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് വരെ ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ കൊഴുക്കട്ട തയ്യാറാക്കുന്നതിന് ആവശ്യമായ മാവ് കുഴച്ചെടുക്കാം. ഇവിടെ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കപ്പിൻ്റെ അളവ് 200 ml ആണ്, അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അതുപോലെ 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമായ കുറച്ച് ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഈ മാവ് നല്ലൊരു സോഫ്റ്റ് പരുവത്തിന് കുഴച്ചെടുത്ത് വയ്ക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് വേണം മാവ് കുഴച്ചെടുക്കാൻ. അങ്ങനെ കൊഴുക്കട്ട തയ്യാറാക്കുന്നതിന് ആവശ്യമായ മാവും റെഡിയായി കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂട് ആറാനായിട്ട് മാറ്റി വെച്ച ക്യാരറ്റ് അരച്ചെടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ഈ വേവിച്ച് മാറ്റി വെച്ച ക്യാരറ്റ് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിത് നല്ലൊരു പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് നല്ലൊരു അടിക്കട്ടിയുള്ള പാത്രമോ ഉരുളിയോ മറ്റോ അടുപ്പത്തേക്ക് വയ്ക്കുക. ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതോടൊപ്പം തന്നെ കുറച്ച് ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നമ്മളൊരു 125 ഗ്രാം ശർക്കര 100 ml വെള്ളത്തിൽ നേരത്തെ തന്നെ പാനി കാച്ചി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും ഇട്ട് തുടരെ ഇളക്കി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഇതുപോലെ അത്യാവശ്യം വഴണ്ട് പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ വഴറ്റി മാറ്റി വെച്ച ക്യാരറ്റിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിനു ശേഷം അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 5 ഏലയ്ക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചേർത്ത് കൊടുത്ത തേങ്ങയും അതുപോലെ മറ്റെല്ലാ ഐറ്റവും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. അങ്ങനെ കൊഴുക്കട്ട തയ്യാറാക്കുന്നതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തന്നെ കുഴച്ച് മാറ്റി വെച്ച മാവ് കുറേശ്ശെ കയ്യിലെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇന്നിങ്ങനെ ഉരുട്ടിയെടുത്ത ഉരുളയുടെ നടുവിലായി തള്ളവിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു കിണ്ണത്തിൻ്റെ മാതൃകയിൽ വേണം നമുക്ക് ഈ മാവൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇനി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ച മാവിന് നടുവിലായിട്ട് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് കൂടി വെച്ച് പൊതിയാം. ഫില്ലിംഗ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചോ ഒരല്പം കൂടുതലോ വെച്ച് കൊടുക്കാം. എന്ത് തന്നെയായാലും മാവിനുള്ളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഫില്ലിംഗ് വെച്ച് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഈ മാവിൻ്റെ വശങ്ങളെല്ലാം യോജിപ്പിച്ച് ഈ കൊഴുക്കട്ടയൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ വേണം പൊതിഞ്ഞെടുക്കാൻ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി മാവും ഇതുപോലെ തന്നെ തയ്യാറാക്കി വയ്ക്കാം. മാവെല്ലാം ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞ് നമുക്കിവ കുറേശ്ശെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇവിടെ നമ്മൾ വളരെ ചെറിയൊരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തൊരു കൂടിയാലൊരു 6 കൊഴുക്കട്ട മാത്രമേ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 6 മാത്രമാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. ഇതിന് പകരം വലിയ ഇഡ്ഡലി പാത്രമായിരുന്നു എടുത്തിരുന്നതെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കിവയെല്ലാം വേവിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 6 കൊഴുക്കട്ടയും വെച്ച് കൊടുത്തതിന് ശേഷം പാത്രം അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ കൊഴുക്കട്ടയൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ക്യാരറ്റ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അസാധ്യ രുചിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പതിവുപോലെ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനെത്തി ചാനൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.